ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എണീറ്റ് വരികയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ. കോഫിക്ക് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലും കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോഫി കുടിച്ചതിന് ശേഷം ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോഫി റെഡിയാക്കിയിട്ട് ഇന്നലെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിരുന്നു കേട്ടോ പുറത്തുനിന്ന്. അപ്പോൾ ഒരു 3 മണി AM നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ട് പൊറോട്ടയ്ക്ക് കേടൊന്നുമില്ലായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് കേട്ടോ മോർണിംഗിന് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹെൽത്തി ഒന്നുമല്ല മോർണിംഗിന് നമ്മൾ പൊറോട്ട കഴിക്കുന്നത്. പക്ഷേ എൻ്റെ ബേബിക്ക് ഭയങ്കര നിർബന്ധം, ഇന്നലത്തെ പൊറോട്ട തന്നെ വേണമെന്ന് നിർബന്ധം. പിന്നെ നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ പൊറോട്ടയൊക്കെ കഴിച്ച് വയറ് കാണിച്ചു തരാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇന്നത്തെയും കൂടിയായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിലുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അത് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ ഞാനിന്ന് എഴുന്നേറ്റപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ എണീക്കുമ്പോൾ രാവിലെ ഞാനിന്ന് ഒരു 6:30 or 7 AM എണീക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ച് കിടന്നപ്പോൾ തന്നെ ഒരു 3:30 AM ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു, അപ്പോൾ ഫുഡ് കഴിച്ച് ഉറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 5 AM ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയതും. അപ്പോൾ ഞാൻ ഒരു 7:30 AM എണീക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകിയിനി നമ്മൾ മീനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മസാല തേക്കണം കേട്ടോ. അതിന് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയും, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്യുന്നത്. ഒത്തിരി ലേറ്റായി പോയി എണീറ്റപ്പോൾ 10 AM ആയി. 10:50 AM ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഒത്തിരി ലേറ്റായിപ്പോയി എണീറ്റപ്പോൾ. ഞാൻ ആകെ ഷോക്കായിപ്പോയി, അത്രയും ലേറ്റായി. ഫിഷ് ബിരിയാണി ആക്കുക വേണം. ഫിഷ് വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ലായിരുന്നു. ഏതായാലും പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് പെട്ടെന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. ഇനി കുറച്ച് സമയം, ഒരു അരമണിക്കൂർ, 1/2 hour അല്ലെങ്കിൽ 1 hour നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോവും. പിന്നെ വെജിൽ നമ്മൾ സവാള ഒക്കെ എൻ്റെ ബ്രദറാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനും കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചു കേട്ടോ. വെള്ളം വെച്ചപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ഓയിൽ, നമ്മൾ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലും, പിന്നെ നമ്മൾ കറുവാമ്പട്ട, പിന്നെ ഏലക്കായി, ഗ്രാമ്പൂ, പിന്നെ ഒരു തക്കോല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതും ഇട്ട് വെച്ച് ചോറ് തിളച്ച് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫിഷ് എന്ത് ചെയ്യാണ്, ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഴയ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. കാര്യം ഫ്രൈ ചെയ്യാനൊക്കെ ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്, പുതിയതൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മീൻ മുഴുവനായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൽ ബാക്കി ഉണ്ടായിരുന്ന മസാല ഞാൻ വളരെ സൂക്ഷിച്ച് അതിൻ്റെ മുകളിലൊക്കെ അങ്ങനെ പരട്ടി കൊടുത്തു. ഈ നമ്മൾ കട്ട് ചെയ്ത വെജീസ് എന്ത് ചെയ്യാണ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സവാള ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് തന്നു, പിന്നെ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിളൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിലെനിക്ക് ചെറുതായിട്ടൊരു വർക്കിന് പോയിരുന്നു, ആ സമയത്ത് സാലറി കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ ഞാൻ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ഹസ്ബൻഡും കൂടെ വന്നു, ജോബ് കഴിഞ്ഞ് വന്നു. അപ്പോൾ അവർ പായസം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ പായസമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ മീൻ ഫ്രൈ ചെയ്യുകയാണ്.
അപ്പോൾ ഞാൻ വളരെ സാവധാനമാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. എത്രയും ലേറ്റായിട്ടും ഞാൻ സാവധാനമാണ് കുക്ക് ചെയ്യുന്നത്. കാര്യം നമുക്ക് ഇവിടെ ടെൻഷൻ ആവേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് അർജൻറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ നമ്മൾ സാവധാനം ഇങ്ങനെ കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഒണിയൻ എടുത്തിട്ട് പൊരിക്കുകയാണ് കേട്ടോ. മീൻ ഫ്രൈയുടെ കൂടെ പൊരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടി സാദാ ഒണിയന് വാട്ടുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ബോട്ടിൽ വാങ്ങലാണ് പൊതുവേ, സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ബോട്ടിൽ വാങ്ങുകയാണ്. അപ്പം ഞാൻ ഒരു 2.5 സ്പൂണോളം ചേർത്ത് നന്നായിട്ട് മസാല ആക്കുന്നുണ്ട്. അതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്തു. പച്ചമുളക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം അടിയിൽ പിടിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഉള്ളി വാട്ടിയത്. അപ്പോൾ ആ മീൻ ഫ്രൈ ചെയ്ത ഓയിലായതുകൊണ്ട് ഒരു മീനിൻ്റെ ഒരു ഇത് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടൊമാറ്റോ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാണ് കേട്ടോ. ടൊമാറ്റോ ജ്യൂസാക്കി വെച്ചത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ ജ്യൂസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വാട്ടറി ആയിട്ടായിരിക്കും നമ്മൾ മസാല ഉണ്ടാവുക. അത് നന്നായിട്ട് തന്നെ ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ കുറുകി വരണം കേട്ടോ. അതിനിടയിൽ എൻ്റെ ബേബി വന്നിട്ട് എൻ്റെ അടുത്ത് കയറി ഇരുന്നിട്ടൊക്കെ പോയി. അപ്പോൾ നമ്മളെ മസാല നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് എല്ലാവരും അടുത്തും ഒരു കാര്യം പറയാനാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ഗ്രാമ്പു, ഏലക്കായ്, പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യാണ് കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനി ഗരം മസാല ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ബിരിയാണി മസാല വളരെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ മസാല നന്നായിട്ട് കുറുക്കി വരണം. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുളിക്ക് വേണ്ടി തൈരും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ചും കൂടെ മസാല ഒന്ന് കുറുക്കി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇളക്കാത്ത പ്രശ്നം വേണ്ട, ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മല്ലി, ചപ്പ്, പുതിന അത് രണ്ടും ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറന്നു പോയതാണ് പറയാനായിട്ട്. നമ്മൾ ആ ഓണിയന് പൊരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ അടച്ചു വെച്ച് കുറച്ച് ടൈം വേവിച്ച ശേഷം ഞാനത് തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല കുറുന്നനെ മസാല കിട്ടിയിട്ടുണ്ട്. അടിപൊളി മസാല കേട്ടോ, നല്ല മസാലയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മസാല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒന്നായിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. ഫിഷ് ഉടയാണ്ട് നമ്മളിങ്ങനെ മറിച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്, ഫിഷ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മറിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നിങ്ങോട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ കണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിക്കുകയാണ്. ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. നമ്മളെ ഫിഷ് വെള്ളമൊക്കെ വറ്റി, പറയാൻ കഴിയുന്നില്ല, വെള്ളമൊക്കെ വറ്റി നമ്മളെ ഫിഷൊക്കെ അത്യാവശ്യം ഡ്രൈ ആയി നല്ലൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാധാ ചോറ് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാൻ കേട്ടോ.
നെയ്യ് അത്യാവശ്യം പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് ആദ്യം കുറച്ച് ലെയറായിട്ടാണ് ഇട്ടുന്നത് കേട്ടോ. കുറച്ച് ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മാത്രം ഫിഷ് ഇട്ട് കൊടുക്കും, ഐ മീൻ മസാല ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കും. അതിനുശേഷം വീണ്ടും കുറച്ച് മസാല ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയോ, ഫിഷ് ആയതുകൊണ്ട് തന്നെ ഉടയാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേത് നമ്മൾ അടിയിലാവുമ്പോൾ നമ്മൾ ചോറെടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉടയാൻ ചാൻസ് ഉണ്ട്. ഞാനെപ്പോഴും ഇങ്ങനെ ഫിഷൊക്കെ ആകുമ്പോൾ പൊതുവേ ലെയറായിട്ടാണ് കേട്ടോ മസാലയും റൈസും ഇട്ട് കൊടുക്കാറ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഫ്ലേവർ കൂടുതൽ കിട്ടുന്ന പോലെ. റൈസിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെയറായിട്ട് സംഭവം ഇട്ട് കൊടുത്തു. അങ്ങനെ മസാലയൊക്കെ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ലെയറായിട്ട് നമ്മൾ ചോറിട്ട് കൊടുത്തു, മസാല ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് നമ്മൾ മസാല കംപ്ലീറ്റ് ആയിട്ട് ഇട്ട ശേഷം ഒരു ലെയറും കൂടി ചോറ് നമ്മൾ ഇടുന്നുണ്ട്. അങ്ങനെ റൈസ് ഇട്ട ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് ചപ്പ്, പിന്നെ പുതിന, ചില വാക്കുകൾ നമുക്ക് കിട്ടാതാവും, സോറി. അപ്പോൾ ചപ്പും പുതിനയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം. അങ്ങനെ അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ചപ്പും പുതിനയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ ചോറിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റാക്കിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആ ഫ്ലെയിം മാറ്റിയ ശേഷം നമ്മൾ അങ്ങനെ വെക്കുവാണ് കേട്ടോ. നന്നായിട്ട് തന്നെ കുക്കാവട്ടെ, അത് ദമ്മായി കിട്ടട്ടെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പാത്രങ്ങൾ കുറച്ച് ആയിട്ടുണ്ട്, കുറച്ചല്ല അത്യാവശ്യം പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അതായത് അതിനിടയ്ക്കൊന്നും കഴുകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. മറ്റത് ഞാൻ സാധാരണ ചെയ്യാറ് ആവുന്ന പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കാറുണ്ട്. ഇതിപ്പോൾ അതിനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം നമുക്ക് ഫുഡൊന്ന് നോക്കാം. അതിനിടയ്ക്ക് പാത്രം കഴുകിയ ശേഷം നമുക്ക് ഫുഡിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതുവരെ നമ്മൾ ഒന്ന് ദമ്മ് ആയി തന്നെ കിടക്കട്ടെ. ഓക്കേ, അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ എപ്പോഴും കുറച്ച് സ്പീഡായിട്ടാണ് വയ്ക്കുന്നത്, ഒരുപാട് ലെങ്തി ആവുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇത് തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും മുഴുവനായിട്ട് എല്ലാവരും കാണാം കേട്ടോ. അപ്പം പാത്രങ്ങളൊക്കെ സെറ്റായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ വീണ്ടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. പൊതുവേ എനിക്ക് പാത്രം കഴുകാനായിട്ട് കുറച്ച് സമയമെടുക്കും. കാര്യം പാത്രം കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കിയ ശേഷം എനിക്ക് പാത്രമൊക്കെ തുടച്ചിട്ട് മാത്രമേ എടുത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പാത്രം ആ വെള്ളത്തോട് കൂടിയിട്ട് എടുത്ത് വെക്കാറില്ല. അപ്പം ഞാൻ ഓരോ പാത്രങ്ങളും ഇങ്ങനെ തുടച്ച് മാറ്റി വെക്കാണ് കേട്ടോ. അങ്ങനെ തുടച്ച് മാറ്റി വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് റെഡിയാക്കിയ ശേഷം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയ ശേഷം വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഏരിയയും കൂടെ നന്നാക്കിയാൽ കംപ്ലീറ്റ് നമ്മളെ ജോലി തീർന്നു, ഹാപ്പിയായി. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ തീർക്കാറുണ്ടോ? എന്നെപ്പോലെ കുറച്ചൊക്കെ മടി കാണിക്കുന്നവരാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ജോലിയൊക്കെ തീർന്ന് ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാണിച്ചതാട്ടോ. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈ ആയി. അങ്ങനെ എത്ര നോക്കിയിട്ടും നമ്മുടെ ഈ കിച്ചൺ കോട്ട് അയക്കാൻ കിട്ടുന്നില്ല. പിന്നെ അത് നിങ്ങളെ കാണിക്കാണ്ട് ഞാൻ അയച്ചു മാറ്റി. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമ്മുടെ റൈസ് ബിരിയാണി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.